എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അല്പം കോംപ്ലിക്കേറ്റഡും അതുപോലെ രസകരവുമായ 3 എൻഡ് ഗെയിം പൊസിഷൻസ് ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 പൊസിഷനും അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത പലതരത്തിലുള്ള ആശയങ്ങളായിരിക്കും ഇവിടെ പ്രയോഗിക്കപ്പെടുക. നമുക്കിനി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഒന്നാമത്തെ പൊസിഷനാണ് ഇപ്പോൾ ബോർഡിൽ കാണുന്നത്. ഈ പൊസിഷനിൽ വൈറ്റ് മൂവ് ചെയ്യുകയും ഈ ഗെയിം സമനിലയിൽ പിരിയുകയും വേണം. നമ്മൾ ആൻസറിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി ഈ പൊസിഷനിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചുരുക്കി ഒന്ന് പറയാം. ഇവിടെ നമുക്കറിയാം ബ്ലാക്കിന്റെ ഈ 2 പോണുകളും പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈറ്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 2 പോണിന്റെയും പ്രൊമോഷനെ തടയേണ്ടതായിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം ബ്ലാക്കിന്റെ ബിഷപ്പിന് D5 വരികയും ചെക്ക് നൽകിയ ശേഷം ഈ നൈറ്റിനെ വെട്ടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. ഈ 3 പ്രശ്നങ്ങളാണ് പ്രധാനമായും വൈറ്റിനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പൊസിഷനിൽ വൈറ്റാണ് മൂവ് ചെയ്യേണ്ടത്. വൈറ്റ് മൂവ് ചെയ്ത് ഈ ഗെയിം സമനിലയിൽ എത്തിക്കണം. അപ്പം ഈ പൊസിഷന്റെ ഏകദേശം ഒരു രൂപഘടന നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടുത്തെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഏകദേശം ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പൊസിഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ പറഞ്ഞതുപോലെ ബ്ലാക്കിന്റെ ഈ 2 പോണുകളും പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വൈറ്റിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ 2 പോണുകളും താൽക്കാലികമായിട്ട് മൂവ് ചെയ്യുന്നത് തടയണം. അതിന് വൈറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഈ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുക എന്നുള്ളതാണ്. ഇവിടെ ചെക്ക് നൽകപ്പെട്ടത് കൊണ്ട് തന്നെ ഈ 2 പോണിനും ഇപ്പോൾ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ ഉത്തരത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഇവിടെ ചെക്ക് നൽകപ്പെട്ടത് കൊണ്ട് ബ്ലാക്ക് കിങ് E2ലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തതായിട്ട് ബ്ലാക്കിന് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുകയും അതിനുശേഷം ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു പോണിനെ ക്യൂനാക്കി മാറ്റാൻ സാധിക്കും. ഇനി എങ്ങനെയായിരിക്കും വൈറ്റ് ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവുക? ഇവിടെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഈ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു പോൺ ക്യൂനാവുകയാണെങ്കിൽ ഈ നൈറ്റിനെ G3ലേക്ക് കൊണ്ടുവരികയും ചെക്ക് നൽകി അതിനുശേഷം ഈ കാണുന്ന സ്ക്വയറുകളിൽ ഉണ്ടാവുന്ന ക്യൂവിനെ വെട്ടിയെടുക്കാനും സാധിക്കും. പക്ഷെ ഈ ഒരു ആശയത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന രണ്ടിൽ ഒരു പോണിനെ മാത്രമേ നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കാൻ സാധിക്കൂ. ഉദാഹരണത്തിന് നൈറ്റ് F5ലേക്ക് പോയി എന്ന് വിചാരിക്കുക. ബ്ലാക്ക് ഇതിനെ ക്യൂനാക്കുന്നു, വൈറ്റ് ചെക്ക് നൽകുന്നു, കിങ് E1ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ക്യൂവിനെ വെട്ടിയെടുക്കാവുന്നതാണ്. പക്ഷെ ഉടനെ തന്നെ ബോർഡിൽ ബ്ലാക്കിന്റെ അടുത്ത ക്യൂൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഇങ്ങനൊരു വിഷയമുള്ളത് കൊണ്ട് ഈ നൈറ്റിനെ F5ലേക്ക് എത്തിക്കുന്ന കാര്യം നമുക്ക് താൽക്കാലികമായിട്ട് മറക്കാം. ഇനി എന്തായിരിക്കും വൈറ്റിന് ചെയ്യാൻ സാധിക്കുക? വൈറ്റിന്റെ ഈ നൈറ്റ് F1 സ്ക്വയറിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ തൽക്കാലം ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പ് H2 പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് അടുത്തതായിട്ട് E3 നൈറ്റിനെയും വെട്ടിയെടുക്കുന്നു. അടുത്ത മൂവിൽ ഈ പോണിനെ F1ലേക്ക് കൊണ്ടുവരികയും ക്യൂനാക്കി മാറ്റാനും സാധിക്കും. ഇനി എങ്ങനെയായിരിക്കും വൈറ്റിന് തടയാൻ സാധിക്കുക? ഈ പൊസിഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യം ഈ ബിഷപ്പിന് ഒരിക്കലും ഈ പോണിനെ ഇപ്പോൾ തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോണിനെ തടയുന്ന കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ഈ കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇവിടെ ക്യൂൻ വെക്കുകയാണെങ്കിൽ നമുക്കും ക്യൂൻ വെക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ വൈറ്റിന്റെ ഒരു വിഷയം, അടുത്തായിട്ട് ബ്ലാക്കിന് ബിഷപ്പിനെ D5ലേക്ക് കൊണ്ടുവരികയും ഈ പോൺ പ്രൊമോഷനെ തടയാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും വൈറ്റിന് ഈ ഗെയിം സമനിലയിൽ പിടിക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ മൂവ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോണിനെ ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ബ്ലാക്കിന് ഇതിനെ വെട്ടിയെടുക്കാതിരിക്കാൻ സാധിക്കില്ല. ബിഷപ്പ് ഉപയോഗിച്ച് വെട്ടിയെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബുദ്ധിപരമായൊരു നീക്കം കാഴ്ചവെക്കണം. അത് മറ്റൊന്നുമല്ല, ഈ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് G1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ വെട്ടിയെടുത്ത് ഇവിടെ ക്യൂൻ അല്ലെങ്കിൽ റൂക്കിനെ വെച്ചു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ വൈറ്റിന്റെ കിങ്ങിന് ഒരു സ്ഥലത്തേക്ക് പോലും മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഗെയിം സ്റ്റെയിൽമേറ്റ് ആവുകയും നമുക്ക് സമനില ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പൊസിഷൻ ഒന്നും കൂടി ഒന്ന് നോക്കിയതിനു ശേഷം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ മൂവുകളും ഒന്ന് മനസ്സിലൂടെ ഒന്ന് കടത്തിവിടുക. നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ എൻഡ് ഗെയിമിലെ ആശയത്തെ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ പൊസിഷനിലേക്ക് പോവാം. ഇവിടെ വൈറ്റ് മൂവ് ചെയ്യുകയും ഈ ഗെയിം വൈറ്റ് വിജയിക്കുകയും ചെയ്യണം. ഇതിന്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുൻപായി ഈ പൊസിഷനുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ ഐഡിയ ഞാൻ തരാം. നമുക്കറിയാം ഈ പൊസിഷനിൽ വൈറ്റ് വിജയിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബ്ലാക്കിന് വളരെ എളുപ്പത്തിൽ ഈ പൊസിഷനെ സമനിലയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി ബ്ലാക്ക് ചെയ്യേണ്ടത് ഈ കിങ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കണം. അതുപോലെ ഈ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പോണിനെയും വെട്ടിയെടുക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ തടയാൻ സാധിച്ചാൽ വൈറ്റിന് വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ മൂവുകളാണ് നമ്മൾ ഇവിടെ കണ്ടെത്തേണ്ടത്. ഇവിടെ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്ലാക്കിന്റെ റൂക്കിന് ഡയറക്റ്റ് ആയിട്ട് F2ലേക്ക് വരാൻ സാധിക്കില്ല. നമ്മുടെ ബിഷപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഈ പൊസിഷനിൽ വൈറ്റിന് വിജയിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ആ മൂവ് കണ്ടെത്താൻ അല്പം പ്രയാസമാണ്. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് വൈറ്റിന്റെ വിന്നിംഗ് മൂവ് കണ്ടെത്തുന്നതിന് പകരം വൈറ്റിന് പരാജയം സംഭവിക്കുന്ന മൂവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതായിരിക്കും ഈ പൊസിഷനിൽ കുറച്ചും കൂടി എളുപ്പം. അപ്പൊ നമ്മൾ ആ ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ വൈറ്റ് കിങ്ങിനെ ഒന്ന് പരിശോധിക്കാം. വൈറ്റിന്റെ ഈ കിങ് ഈ കാണുന്ന 6 സ്ക്വയറുകളിൽ എവിടെയെങ്കിലും മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് ബ്ലാക്കിന്റെ റൂക്ക് H1-ൽ വരികയും അവിടെ നിന്ന് D1-ലേക്ക് വന്ന് ഈ പോണിനെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ആശയം, ഈ പോണിന് പുറകിലായി ഈ റൂക്ക് വരികയാണെങ്കിൽ ഈ ഗെയിം സമനിലയിൽ പിരിയുന്നതാണ്. ഈ കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കിങ്ങിന്റെ എല്ലാ മൂവുകളെയും തൽക്കാലം മാറ്റിവെക്കാം. പിന്നെയുള്ള ഒരാൾ എന്ന് പറയുന്നത് ഈ ബിഷപ്പാണ്. നമുക്ക് അടുത്തായിട്ട് ഈ ബിഷപ്പിന്റെ മൂവുകൾ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഈ ബിഷപ്പ് ഈ കാണുന്ന 3 സ്ക്വയറുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബ്ലാക്കിന്റെ റൂക്ക് D2-ലേക്ക് വരികയും ഈ പോണിനെ വെട്ടിയെടുക്കുകയും ചെയ്യും. ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ ഈ 3 മൂവുകളും തൽക്കാലം നമുക്ക് ഒഴിവാക്കാം. നമുക്കറിയാം ഈ ബിഷപ്പിന് D2-ലേക്ക് വരാൻ സാധിക്കില്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ റൂക്ക് ഇതിനെ വെട്ടിയെടുക്കുന്നതാണ്. പിന്നെ നമ്മൾ കാര്യമായി ആലോചിക്കേണ്ടത് ഈ 3 സ്ക്വയറുകളെ പറ്റിയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. അങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തതായിട്ട് റൂക്ക് A2-ലേക്ക് മൂവ് ചെയ്യും. ഈ റൂക്കിനെ എപ്പോൾ വേണമെങ്കിലും ഈ പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കും. ഈ പോണിനെ ഈ കിങ് ഉപയോഗിച്ചുകൊണ്ട് തടയാനും സാധിക്കും. ഉദാഹരണത്തിന് വൈറ്റ് കിങ് F6-ലേക്ക് വന്നു എന്ന് വിചാരിക്കാം. ബ്ലാക്കിന്റെ കിങ് C6-ലേക്ക് മൂവ് ചെയ്യും. വൈറ്റ് കിങ് E6-ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് റൂക്ക് ഈ പോണിനെ വെട്ടിയെടുക്കുകയും പിന്നീട് ഈ പോൺ മുന്നോട്ട് വരുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് നമുക്ക് താൽക്കാലികമായി ഈ ബിഷപ്പിന്റെ മൂവും മാറ്റി നിർത്താം. ഇപ്പോൾ നമ്മൾ 2 പീസുകളുടെ മൂവുകളെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുകയാണ്. പിന്നെ സാധ്യമായിട്ടുള്ളത് ഈ പോണുമാണ്. ഇനി ഈ പോണിനെ D6-ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്ലാക്കിന്റെ റൂക്ക് H8-ലേക്ക് വരുന്നതായിരിക്കും. അടുത്തതായിട്ട് വൈറ്റിന്റെ കിങ് G7-ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. ഇവിടെ നോക്കിയാൽ കാണാം ബ്ലാക്ക് റൂക്കിന് ഈ കാണുന്ന പൊസിഷനിൽ എവിടെയും വരാൻ സാധിക്കില്ല. പിന്നെ വരാൻ സാധിക്കുന്ന ഒരേ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് A8 ആണ്. A8-ലേക്ക് വരുന്നു. അതിനുശേഷം നമുക്ക് ഈ പോണിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ഈ പൊസിഷനിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ബ്ലാക്ക് റൂക്കിന് ഇവിടെ A8 എന്ന് പറയുന്ന സ്ക്വയർ ലഭ്യമായത് കൊണ്ട് മാത്രമാണ് വൈറ്റിന് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കാത്തത്. അതിനർത്ഥം ഈ A8 എന്ന് പറയുന്ന സ്ക്വയർ ഈ റൂക്കിന് ലഭ്യമല്ല എങ്കിൽ വൈറ്റിന് ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, ഈ പോണിനെ ആദ്യം പ്രൊമോട്ട് ചെയ്യുന്നു, കിങ് കൊണ്ട് വെട്ടിയെടുക്കുന്നു. അതിനുശേഷം D7-ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. റൂക്ക് H8-ലേക്ക് വരികയാണെങ്കിൽ കിങ് G7-ലേക്ക് വരും. റൂക്കിന് മറ്റ് സ്ഥലങ്ങളില്ല, ഈ റൂക്ക് B8-ലേക്ക് വരേണ്ടതായിട്ട് വരും. അതിനുശേഷം വൈറ്റിന്റെ ബിഷപ്പ് C7-ലേക്ക് വരുന്നു. റൂക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തായിട്ട് ഈ പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്യൂനാക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊസിഷന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൊസിഷൻ ഒന്നും കൂടി ഒന്ന് കൃത്യമായി നോക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലൂടെ ആലോചിക്കുക. പിന്നെ നമുക്ക് മൂന്നാമത്തെ പൊസിഷനിലേക്ക് പോവാം. മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഇതിനു മുൻപും ഈ മൂന്നാമത്തെ പൊസിഷൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും ഈ പൊസിഷൻ അറിയാമായിരിക്കും. എന്നാലും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പൊസിഷൻ ആയതുകൊണ്ട് നമുക്ക് ആ പൊസിഷൻ കൂടി അനലൈസ് ചെയ്യാം. വളരെ പ്രശസ്തമായ ഒരു പൊസിഷനാണ് നമ്മുടെ മൂന്നാമത്തെ പൊസിഷൻ. ഇവിടെ വൈറ്റ് മൂവ് ചെയ്യുകയും ഈ ഗെയിം സമനിലയിൽ പിടിക്കുകയും വേണം. നമുക്കറിയാം ഈ പോൺ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ കിങ്ങിന് ഒരു കാരണവശാലും ഈ പോൺ പ്രൊമോഷനെ തടയാൻ സാധിക്കില്ല. ആവശ്യമെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇവിടുത്തെ ആൻസർ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റ് കൃത്യമായി മൂവ് ചെയ്യേണ്ടത്, ആദ്യം കിങ്ങിനെ H2-ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. അതിനുശേഷം കിങ് G3-ലേക്ക് വരുന്നു. വീണ്ടും പോണിനെ പുഷ് ചെയ്യുന്നു. തുടർന്ന് വൈറ്റ് കിങ് H4-ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ ക്യൂവിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് വൈറ്റ് പോണിനെ G3-ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ കാണാം ഇനി വൈറ്റിന് യാതൊരുവിധ മൂവുകളും സാധ്യമല്ല. ഈ കിങ്ങിനാണെങ്കിൽ ചെക്ക് നൽകാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഈ പൊസിഷൻ ഒരു സമനിലയായിട്ട് പിരിയുന്നതായിരിക്കും. സ്വയം സ്റ്റൈൽമേറ്റ് ആവുന്ന ഒരു ടെക്നിക്കാണ് ഈ പൊസിഷനിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ 3 പൊസിഷനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.